ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫാമിലി വ്ളോഗ് യഥത. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നല്ലേ? ദേ ഇവിടെ കാണാം, ഒരാൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സ്നോബലാണ് കേട്ടോ. അവന് വിശക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ എവിടെയൊക്കെയോ കറങ്ങിയിട്ട് വന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അവന് ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും അവൻ ഓടിയെത്തും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വിളിക്കുമ്പോഴത്തേക്ക് അവൻ വരുന്നത് നോക്കിക്കോ. ഞാൻ പറയാതെ അവൻ വീട്ടിനകത്ത് കയറത്തില്ല കേട്ടോ. അതാണ് അവൻ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നോക്കി നിൽക്കുന്ന. അവിടെ എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വിളിക്കും. അപ്പോൾ അവൻ എന്തായിരുന്നാലും വരും അകത്തോട്ട്. കാണാം നമുക്ക്. സ്നോബുവേ, വാ, അകത്ത് വാ. നല്ല വാവ, അവിടെ ഇരുന്നോ. പറഞ്ഞാൽ കേൾക്കണം. നല്ല കുട്ടി. അവൻ അവിടെ ഇരുന്ന കണ്ടോ. അവൻ പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ. അവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞാൽ അവൻ പോവും. അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. അങ്ങനെ നല്ല കുട്ടിയാണ് കേട്ടോ. പറഞ്ഞാലൊക്കെ അനുസരണയുണ്ട്. വീട്ടിനകത്ത് അവൻ കയറത്തില്ല, ഒരു സാധനം മോഷ്ടിച്ച് കഴിക്കത്തില്ല. എത്ര വിശന്നിരുന്നാലും ശരിയാണ്, അങ്ങനെ അങ്ങ് ഇരുന്നോളും. സ്നോബുവേ, സ്നോബുവേ. അവൻ ചെവി കൂർപ്പിച്ച് കേൾക്കണുണ്ടോ. സ്നോബുവേ, നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ മനസ്സിലാവും. ദേഷ്യപ്പെടുകയാണെങ്കിൽ അവനറിയാം, വഴക്ക് പറയുകയാണെങ്കിൽ അറിയാം, എല്ലാം അറിയാം. സ്നേഹിക്കുകയാണെങ്കിൽ അറിയാം. സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് വാലിട്ട് ഓട്ടൊക്കെ ആയിരിക്കും. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പക്ഷെ മുടി പൊഴിയുന്നത് കാരണം ഞാൻ വീട്ടിനകത്ത് കയറ്റാറില്ല. പുറത്ത് തന്നെയാണ് കിടപ്പൊക്കെ. പക്ഷേ പടിയിൽ എപ്പോഴും ആളുണ്ടാവും. എനിക്ക് കൂട്ടിന് എപ്പോഴും അവിടെ ഉണ്ടാവും. പുറത്തെങ്ങോട്ടെങ്കിലൊക്കെ പോവും. പക്ഷേ വിളിക്കുകയാണെങ്കിൽ വിളിപ്പുറത്ത് അവനുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ സ്നോബൽ. അപ്പോൾ ഇതേ ബാക്കിൽ നിന്ന് ഒരാൾ എത്തി നോക്കണുണ്ട്. അമ്മേ, അമ്മോ. അമ്മൂന് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അമ്മ എന്തായാലും ഇതേ അവിടെ ബാക്കിൽ തന്നെ ഉണ്ട്, പോയിട്ടില്ല. അവൻ നേരെ ഡോറിൻ്റെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് കാരണം അമ്മ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണ് ഇനി അടുത്ത കമൻ്റ് എന്ന് അന്വേഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കിട്ടുമോ, കിട്ടൂലേ, അടുത്ത് വരാൻ വിളിക്കുമോ, പോകാൻ പറയുമോ, എന്താണെന്ന് ഒരു പിടിയില്ല. അച്ഛൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്നോബോ, വിളിക്കുമ്പോൾ നോക്കണണ്ട. സ്നോബേ, അമ്മയുടെ പൊന്നൂസേ. ഓ, കണ്ണടക്കണണ്ടില്ലേ, പാവാട്ടാ. ഓ, എന്തൊരു ചെല്ല. ചക്കരവാവേ, ചക്കരവാവേ. കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നുണ്ടോ. വീഡിയോ ഷേക്കാവണുണ്ട്. രണ്ടുപേർക്കും ഞാൻ ഫുഡ് കൊടുത്തായിരുന്നു. രണ്ടുപേരും കൂടെ കഴിക്കുകയാണേ. രണ്ടുപേരെ ആക്രാന്തം വെച്ച് കഴിക്കുകയാണ്. അമ്മ ഇപ്പം കിട്ടും നോക്കിയിരിക്കുകയായിരുന്നു. അമ്മൂൻ്റെ വാവയെ കാണിച്ചു തരേ. ഇതാണ് അമ്മൂൻ്റെ വാവ. അമ്മൂൻ്റെ വാവ ഭയങ്കര ഉറക്കത്തിലാണ്. ആ ഷട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ മിട്ടു എന്നാണ് പേരിട്ട കേട്ടോ. സ്നോബലിൽ ഒരിക്കൽ നമ്മുടെ അമ്മൂസാണെങ്കിൽ വാവയെ എടുത്തുകൊണ്ട് എവിടെയോ പോയി. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സ്നോബൽ, ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. അമ്മവും വാവയും കൂടെ താഴെ ഇവിടെ കിടക്കും. സ്നോബൽ ഇതിൻ്റെ മുകളിൽ കിടക്കും. ഇതിൻ്റെ ഇപ്പോഴും 3 പേരും കൂടെ ഇവിടെയാണ് കിടപ്പ്. ഒരിക്കൽ അമ്മൂനെ എടുത്തുകൊണ്ട് പോയതാണ്. പോയി ഫ്രണ്ടിൽ കാറിൻ്റെ അടിയിൽ കൊണ്ടുവച്ചുകൊണ്ട് കിടന്നു. നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ തിരിച്ച് പിന്നെ എടുത്തുകൊണ്ടൊന്ന് കൂട്ടിൻ്റെ അകത്തുകൊണ്ട് ഇട്ടൊക്കെയാണ്. പിന്നീട് ഇതുവരെയും പോയില്ല. ഞാൻ ഒരു ദിവസം അമ്മൂനെ വഴക്ക് പറഞ്ഞു കേട്ടോ. വഴക്ക് പറഞ്ഞുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയതെന്നാണ് എനിക്ക് തോന്നണത്. എപ്പോൾ നോക്കിയാലും പടിയിൽ 2 പേരും കാണും. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയതെന്ന് തോന്നണം. ഇപ്പോൾ എന്തായാലും 2 ദിവസമായി പോയിട്ടില്ല. അമ്മൂനെ എടുത്ത് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ദേ അമ്മു നോക്കിക്കേ, കണ്ടോ, ക്യൂട്ടല്ലേ. കണ്ണൊക്കെ തുറന്ന് കേട്ടോ. സോറി, അമ്മു അല്ല, നമ്മുടെ മിട്ടുവാണ്. അമ്മൂസേന്ന് വിളിച്ച് എപ്പോഴും അമ്മുവിൻ്റെ പേരേ വരുള്ളൂ. നമ്മുടെ മിട്ടുക്കുട്ടിയെ കണ്ടോ, അല്ല ക്യൂട്ടല്ലേ. തിരിച്ചു വിടാം. അമ്മുവിന് പിടിക്കുന്നതെന്ന് ഇഷ്ടമല്ല കേട്ടോ. മിട്ടൂസിനെ എടുക്കണമെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല, ഓടിയെത്തും. ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവനെ നോക്കുകയാണ്. നല്ലോണം ഓടാറൊന്നും ആയില്ല, പമ്മി നടക്കാറേ ആയുള്ളൂ. കണ്ണ് തുറന്നിട്ടൊരു 3 ദിവസമേ ആയുള്ളൂ കേട്ടോ. പാപ്പ വേണോ, വിശക്കണം തോന്നണം. നോക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഉണർത്തുകയും ചെയ്തു. അമ്മ എവിടെ പോയെന്നായിരിക്കും നോക്കണത്. എന്താ അമ്മ വന്നു. എപ്പോഴും അമ്മൂസ് ഇവിടെ തന്നെ ഉണ്ട്. മിട്ടുവിനെ ഇട്ടിട്ട് ഒരിടവും പോവില്ല കേട്ടോ.
അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തന്നെ മിട്ടു കരയണമെങ്കിൽ ഓടിയെത്തും. രണ്ടിനും കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറക്കവും ഒരു മേളം തന്നെ അവിടെ. സ്നേഹം കൊണ്ട് കൊല്ലിയാണ് മിട്ടൂസിനെ. ഇഷ്ടപ്പെടുന്നില്ല നോക്കണോണ്ട്. നമ്മുടെ സ്നോബൽ കിടക്കണുണ്ടോ? അവന് ഭയങ്കര സ്നേഹമാണ്. അതാണ് നമ്മളിവിടെ നിന്ന് കാര്യം പറയണോണ്ടാണ് അവൻ വാലിങ്ങനെ അനക്കുന്നത്. നമ്മളെന്തെങ്കിലും പറയുകയോ അവനെ തൊടുകയോ തലയിടുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അവൻ ഈ വാലിട്ട് ഇങ്ങനെ ആട്ടി 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 കിടക്കും. ഇതുപോലെ. സ്നോബൽ സ്നോബൽ സ്നോബൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നോബലിനെയും അമ്മൂസിനെയും മിട്ടൂസിനെയും കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെയും അറിയിക്കണം കേട്ടോ. അപ്പോൾ അതേ അമ്മൂസിനെ കടിക്കുന്നുണ്ട് കല്ലൊക്കെ ഇട്ട് ചട്ടമ്പി. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.